എന്താ 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 ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. ഇപ്പൊ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരൂ. അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യമാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതെന്താ? അതെന്താണെന്ന് താൻ അറിയണ എന്തിനാ? എന്നാ പിന്നെ എന്തിനാ തുറന്നു വെച്ചേക്കണേ? കൂടിട്ട് പോയിക്കൂടെ? അത് ഞാൻ തീരുമാനിച്ചോളാം. ഒരു ഇരിപ്പാടോ. പെണ്ണുങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റിയ സ്ഥലമല്ലാട്ടോ ആ കണ്ടീഷനിലെ ഒരുത്തന്റെ ഇരിപ്പ്. അല്ല ഇതാരി തേണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അമ്മ വന്നിരുന്നു, അച്ഛൻ വന്നിരുന്നു, വാടക ചോദിച്ചു, കൊടുത്തു, പ്രശ്നമൊന്നും ഉണ്ടായില്ല. അച്ഛൻ പോയി, നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ. എന്താ പ്രേമൻ എന്ത് പറ്റി? ഏയ് എനിക്കൊന്നും പറ്റിയില്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയി ഒരുത്ത എന്നോട് പറയാ പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല ഇതെന്ന്. അതെന്താ പ്രേമ? അത് അവര് തലക്ക് വട്ട. അല്ല, പ്രേമൻ എന്തോ കുഴപ്പം പറ്റി. അയ്യേ, പാന്റ് ഇടാതാണ് ഇരിക്കുന്നത്. പാന്റ് ഇട്ടാണ് വന്നത്. വരുന്ന വഴിക്ക് ചെളി തെറിച്ചു, അത് കഴുകാൻ ഊരിയിട്ടത്. ശരി ശരി, ഞാൻ തിരിഞ്ഞു നിൽക്കാം. വേഗം പാന്റ് എടുത്തിട്. തിരിഞ്ഞു നോക്കരുതേ, അങ്ങ് തന്നെ തിരിഞ്ഞു നിന്നോ. അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? ഡോർ അടച്ചിട്ട് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പട്ടാപ്പൂർ ഇറങ്ങിയിരിക്കുന്ന നീ ഏതാടി? അനാവശ്യം പറഞ്ഞല്ലോ. മാധവി, നീ തെറ്റിദ്ധരിക്കരുത്. എന്റെ കുഞ്ഞിന്റെയും കാര്യത്തിൽ പ്രേമയത്തിന് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ? ഇന്ന് തന്നെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. സത്യം പറ, ഇവരേതാ? ഏത് കുഞ്ഞിന്റെ കാര്യമായി പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും തെറ്റിദ്ധരിക്കരുത്. രേണുകേ, ഇതെന്റെ പെങ്ങളാ മാധവി. മാധവി, ഇത് ഈ ബിൽഡിംഗ് ഓണന്റെ മകളാ രേണുക. ഞാൻ പോവാ. രേണു രേണു രേണു, നീ ഉടനെ വീട്ടിലേക്ക് വന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണം. എന്ത് പറ്റാൻ? എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, വന്നേ. ഭർത്താവിന്റെ വീട്ടിൽ അമ്മായി അമ്മ പോര് സഹിച്ച് എല്ലുമുറിയ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കഴിയുന്ന എന്റെ പെങ്ങൾ മാധവി ഒടുവിൽ സഹികെട്ട് ഗത്യന്തരമില്ലാതെ സ്വന്തം ഗൃഹത്തിലേക്ക് കയറി വന്നപ്പോ മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും അവളോട് അല്പം കരുണ കാണിക്കാൻ ഇവിടെ ആരുമില്ലേ? അറ്റ്ലീസ്റ്റ് മുത്തച്ഛനെങ്കിലും. എന്താ എല്ലാവരും വരും, നാം ഇറങ്ങിപ്പോയോ? ബാലേന്ദ്ര, നീ ഇന്ന് തന്നെ അഡ്വക്കേറ്റ് കോശിയെ കാണണം. അളിയനൊരു വക്കീൽ നോട്ടീസ് അയക്കണം. നിങ്ങളുടെ ബന്ധം വേർപെടുത്താൻ. എന്റെ കുഞ്ഞിന് തന്ത ഇല്ലാതാക്കണം നിന്റെ പുറപ്പാട്. ബാലേന്ദ്ര, നീ ഒരു കുന്തം ആരെ അറിയിക്കണ്ട.